ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണ ചെറിയൊരു കാര്യം പറയാനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. ഒരു പ്രവാസിയെ സംബന്ധിച്ചൊരു വീഡിയോ ആണ്. അത് 30 വർഷം അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു പ്രവാസിയെ അവൻ്റെ വീട്ടുകാർ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു പ്രവാസി ശരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ 30% അവൻ്റെ ബന്ധുക്കൾക്കും ഉറ്റവർക്കും വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവന് കിട്ടുന്ന ശമ്പളം മൊത്തം അവൻ നാട്ടിലേക്ക് അയക്കുകയാണ്. അവന് വേണ്ടിയിട്ട് 1 രൂപ കാശ് പോലും അവൻ സേവ് ചെയ്ത് വയ്ക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവൻ നാട്ടിൽ വരുമ്പോൾ അവൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു എന്നറിയുന്ന ഒരു സാഹചര്യത്തിൽ അവനെ പുറത്താക്കുക, അവനോട് അപമര്യാദയായിട്ട് പെരുമാറുക എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കണം. കാരണം പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഈ വീഡിയോ ഒന്ന് കുറേ പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ അവന് ഒരു 14-15 മണിക്കൂറുകളോളം അവന് വർക്ക് ചെയ്യണം. അവന് ഉറങ്ങാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ സമയമാണ് അവന് രാത്രി ഉറങ്ങാൻ കിട്ടുന്നത്. രാവിലെ അവന് ഡ്യൂട്ടിക്ക് പോകണം, വൈകിട്ട് തിരിച്ച് വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അവൻ്റെ ഡ്രസ്സുകൾ അലക്കിയിടണം. ഇതെല്ലാം കഴിഞ്ഞ് അവൻ ഉറങ്ങുന്ന സമയം പറയുന്നത് നിങ്ങൾക്ക് കൂടി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും രാവിലെ വീണ്ടും അവന് ജോലിക്ക് പോകണം. ഈ തുച്ഛമായി കിട്ടുന്ന ശമ്പളം അവൻ മാസം ഓരോ രൂപയും കൂട്ടി വച്ച് അവൻ നിങ്ങളിലേക്ക് അവൻ അയച്ചു തരികയാണ്. അവന് വേണ്ടിയിട്ട് 1 രൂപ കാശ് പോലും അവൻ മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രവാസികളായിട്ടുള്ളവരുടെ ഉറ്റവരായാലും ബന്ധുക്കളായാലും ഒന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരു പ്രവാസിയായിട്ടുള്ള ഒരുത്തൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു നാട്ടുകാരാണെങ്കിലും പറയുന്നത് തന്നെ അതേ ഗൾഫുകാരൻ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അവൻ നാട്ടിൽ വന്നു കഴിഞ്ഞാലോ ഇനി എന്നാണ് പോകുന്നത് എന്നാണ് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം. അത് കേൾക്കുമ്പോൾ തന്നെ അവന് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. നാട്ടിൽ കിട്ടുന്നത് 1000 രൂപയാണെങ്കിൽ അവനെ അവിടെ പ്രവാസിയായ ഒരുത്തന് അവിടെ കിട്ടുന്നത് 1500 രൂപയായിരിക്കും. അത് നാട്ടിലേക്ക് വരുമ്പോൾ ഈ 1500 രൂപ അവന് അവിടെ കിട്ടുമ്പോൾ ഈ നാട്ടിലേക്ക് 1 മാസം ലീവിന് വേണ്ടി വരുന്ന അവന് നിശ്ചിത ദിവസങ്ങൾ കൊണ്ട് തന്നെ തീരാവുന്ന പൈസയേ ഉള്ളൂ. അതുകൂടി മനസ്സിലാക്കണം. അവൻ അവിടെ കിടന്നുറങ്ങുന്നതോ 6ഉം 8ഉം 10ഉം പേര് കിടന്ന് ഉറങ്ങുന്ന ചെറിയ റൂമുകളിൽ, ഡബിൾ ഡെക്കർ ബെഡിൽ. ആ ബെഡ് കൂടി വരുമ്പോൾ അവിടെ പിന്നെ നിന്ന് തിരിയാൻ പോലും സ്ഥലമുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് പ്രവാസിയുടെ ജീവിതം. അവൻ്റെ ജീവിതത്തിൻ്റെ 30% അവൻ അവിടെ തീർക്കുകയാണ്. അതിനുശേഷം അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയിലോ പിന്നീട് ഒരു കാര്യത്തിനും അവന് പറ്റാത്തൊരു അവസ്ഥയിലാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പ്രവാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ സാഹചര്യങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ പോയി ഒന്ന് കണ്ട് വിലയിരുത്തേണ്ടത് തന്നെയാണ്. കാരണം അവൻ്റെ ജീവിതം അവിടെ എങ്ങനെയാണ് അവൻ കഴിച്ചു കൂട്ടുന്നതെന്നും ഡയറക്റ്റ് പോയി കണ്ട് മനസ്സിലാക്കിയാലാണ് അത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. കാരണം ഒരു വീഡിയോയിലൂടെ പറയുന്നതോ മറ്റുള്ളവർ പറയുന്നതിലൂടെയോ ഒന്നും ഒരു പ്രവാസികളുടെ ബന്ധുക്കളായിട്ടുള്ളവർക്കോ അവരുടെ ഉറ്റവരായിട്ടുള്ളവർക്കോ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പൈസയ്ക്കാണ് മൂല്യം കൽപ്പിക്കുന്നത്. സ്നേഹബന്ധങ്ങൾക്ക് ആരും ഒരു മൂല്യം കൽപ്പിക്കുന്നില്ല. എല്ലാവർക്കും പൈസ എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് പേരിലേക്കെങ്കിലും ഒന്ന് എത്തിക്കണം. കാരണം യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അവർക്ക് യാഥാർത്ഥ്യം എന്തെന്ന് ഈ വീഡിയോ ഒരുപാട് വ്യക്തമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ടെങ്കിലും കുറച്ച് പേരെങ്കിലും ഒന്ന് ഒരു പ്രവാസിയായിട്ടുള്ള ഒരാളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം
കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം അങ്ങനെയെങ്കിലും കുറച്ച് ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് കുറച്ച് അവൻ്റെ വീട്ടുകാരിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും അവനൊരു സപ്പോർട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ വീഡിയോയിലൂടെ വേറൊരാളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി ചെയ്തൊരു വീഡിയോ അല്ല. ഓക്കെ.